വിജയ്, നമ്മുടെ രാഹുൽ ഗാന്ധി ഇട്ട ആറ്റം ബോംബ് സ്വന്തം കുടുംബത്തിൽ തന്നെ വീണ് പൊട്ടിയല്ലേ? കേരളത്തിൽ പല സ്ഥലങ്ങളിൽ, ആദ്യം തൃശ്ശൂരാണെങ്കിൽ വയനാട് പറയുന്നുണ്ട്, മറ്റു പല സ്ഥലങ്ങളിൽ പറയുന്നുണ്ട്. അവസാനം അത് വേറെ വഴിക്ക് തിരിച്ചു വിടാൻ വേണ്ടി മനഃപൂർവ്വമാണോ? ഇനിയിപ്പോൾ VT ബൽറാം ഒരു പോസ്റ്റ് ഇട്ടിട്ട് അത് വേറൊരു വിവാദമായി മാറിയിട്ടുണ്ട്. വേറൊരു വിവാദമായി. ഈ രാഹുൽ ഗാന്ധിയുടെ കാര്യം നമുക്ക് ആദ്യം പറഞ്ഞു പോകേണ്ടതായിട്ടുണ്ട്. ഇപ്പം സ്വന്തം ഇതിൽ തലയിൽ വീണ് പൊട്ടിയ കാര്യം. ഇദ്ദേഹം മറ്റേ കല്യാണരാമൻ സിനിമയിൽ ദിലീപ് എന്താ പറയുക, മറ്റേ തട്ടവും കൊണ്ടുവരുമ്പോൾ അതുപോലെയാണ് എന്താ അവസ്ഥ. ഇദ്ദേഹം ആദ്യം വന്നിട്ട് ആരാ കുട്ടി എന്നൊക്കെ ഉള്ള രീതിയിൽ ചോദിക്കും. പക്ഷേ ഈ തട്ടം വന്ന് പിന്നാലെ എപ്പോഴും തലയിൽ വീഴാറുണ്ട്. അപ്പോൾ ഇതാണ് വിളിക്കുന്ന ഒരു കാഴ്ച, അതും നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഇത് രാഹുൽ ഗാന്ധി ഈ ഓരോ ഘട്ടത്തിൽ ആരോപണങ്ങളുമായിട്ട് ഇങ്ങനെ വരുന്നത്, ഇടയ്ക്കിടയ്ക്ക് ഒരു ലീവ് എടുത്തിട്ട് ഇത് കഴിഞ്ഞൊരു ലീവ് എടുത്ത് ഇനി ഉടനെ അപ്രതീക്ഷനാവും അദ്ദേഹം, ലീവ് എടുത്ത് പോകും. പിന്നെ അടുത്ത ഐഡിയ കിട്ടുമ്പോഴേ തിരിച്ചു വരുള്ളൂ. അപ്പം വാനിഷിംഗ് മോഡ് ഇൻകോഗ്നിറ്റോ. ഓപ്പറേഷൻ സിന്ദൂരുമായിട്ട് ബന്ധപ്പെട്ട് പാകിസ്ഥാൻ എന്താണോ പറഞ്ഞത് അത് തന്നെ ഇദ്ദേഹം ആവർത്തിച്ചു. ഇദ്ദേഹം അതിൽ രാജ്യത്ത് പക്ഷേ ബോധമുള്ള ജനങ്ങൾ ആരും ഇദ്ദേഹത്തിൻ്റെ കൂടെ നിന്നില്ല, ഒറ്റപ്പെടുത്തി. അത് കഴിഞ്ഞ് ഈ വെടിനിർത്തൽ നടപ്പിലാക്കിയത് ട്രംപാണ്. ട്രംപായിരുന്ന നാണം ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് വന്നിരുന്നു ഇദ്ദേഹം. അതൊരു മൊണ്ണ വാദമായിരുന്നു, അതും ആരും എടുത്തില്ല. അത് കഴിഞ്ഞ് എന്താണ് ചത്ത എക്കോണമി എന്ന് നമ്മളെ ട്രംപ് പറഞ്ഞു, ചത്ത സമ്പത്ത് വ്യവസ്ഥ. അത് ഉടനെ അത് കാണില്ല, ചത്ത സമ്പത്ത്. അത് കോൺഗ്രസിനകത്ത് നിന്ന് തന്നെ ശശി തരൂർ ഉൾപ്പെടെ എല്ലാം പൊളിച്ചു കൊടുത്തത്. പിന്നെ ശശി തരൂരിനോട് ചോദിച്ചു, രാഹുൽ ഗാന്ധി പറയുന്ന വേറെ ആണല്ലോ. അപ്പോൾ അത് പറഞ്ഞു, രാഹുൽ ഇങ്ങനെ പറയുന്നതിന് വേറെ ഉദ്ദേശങ്ങളുണ്ടെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു. അപ്പോൾ അതെന്തായാലും അത് കഴിഞ്ഞു. ഇനി അത് കഴിഞ്ഞിട്ടാണ് ഇലക്ഷൻ കമ്മീഷൻ വോട്ട് കൊള്ള നടത്തുന്നു. വോട്ട് കൊള്ള ഇലക്ഷൻ കമ്മീഷൻ നടത്തുകയാണ് BJPക്ക് വേണ്ടി. ഇത് ആദ്യം പൊളിഞ്ഞത് ഈ കർണാടകയിലെ TN രാജണ്ണ എന്ന് പറയുന്ന അവരുടെ സാമ്പത്തിക മന്ത്രിയാണെന്ന്, സഹകരണ മന്ത്രി. അതെ, അദ്ദേഹം പറഞ്ഞു ഇത് നമ്മുടെ എന്താ പറയുക, അങ്ങനെയും അങ്ങനെ പറഞ്ഞിരുന്നെങ്കിലും കുഴപ്പമില്ല. ഇദ്ദേഹം പറഞ്ഞ ഈ മഹാദേവപുരത്തിലെ കർണാടകയിലെ ബാംഗ്ലൂർ സെൻട്രലിലാണല്ലോ നമ്മൾ പറഞ്ഞത്. രാജണ്ണ വിളിച്ച് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു, നമ്മൾ ഭരിച്ചുകൊണ്ടിരുന്നപ്പോഴല്ലേ ഇത് സംഭവിച്ചത്, നമ്മളുടെ ഉത്തരവാദിത്വം ഇതിനകത്തില്ലേ എന്ന് പറഞ്ഞ്. അത് ഇതിനകത്ത് എന്ത് മണ്ടത്തരമാണ് നിങ്ങൾ പറയുന്നത് എന്നുള്ള രീതിയിൽ അദ്ദേഹം തുറന്നടിച്ച് ഒരു സാധാരണ നമ്മളെവിടത്തേക്ക് നമ്മളെ MM മണിയെ പോലത്തേക്ക് ഒരാളാണ് കേരളത്തിലെ, അല്ല അവിടുത്തെ MM മണി. അതെ, അത് പറഞ്ഞു അദ്ദേഹം. അത് പറഞ്ഞു അതിന്റെ പിറ്റേ ദിവസം അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വന്നു. ഇനി മുന്നേ കേരളത്തിൽ ഇങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഗണേഷ് കുമാറിന്റെ പിതാവിന് ഓർമ്മയുണ്ടായിരിക്കും, ഹൈക്കമാൻഡിൽ നിന്ന് ഉത്തരവ് വന്നു. അപ്പോൾ നമുക്ക് ഇത് ഇറ്റാലിയൻ മദാമെ ഒക്കെ ചോദ്യം ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ അവിടുന്ന് അടുത്ത BJP അവിടെ നിന്ന് പൊക്കിക്കൊണ്ട് വന്നു. ഇതിലൊരു കോമഡി എന്താണെന്ന് പറഞ്ഞാൽ ഇലക്ഷൻ കമ്മീഷൻ ഉത്തരം പറയുന്നില്ല. ഇലക്ഷൻ കമ്മീഷൻ ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു സംവിധാനമല്ലേ, അവരതിന് മറുപടി പറയണം. അവരിതിന് മറുപടി പറയുന്നതിന് പകരം BJP ആണ് ഇവർക്ക് വേണ്ടി മറുപടി. BJP എന്തിനാ അത് ഏറ്റെടുക്കുന്നത്? അത് ഏറ്റെടുക്കുമ്പോൾ തന്നെ ഇവരുടെ കോൺഗ്രസിന്റെ വാദം ഒരു തരത്തിൽ ശരിയായി വരികയാണ്. അതെ, BJP ഇവർ ടൈപ്പ് ഉണ്ടോ? അല്ല, ഞാൻ പറഞ്ഞത് ഇത് ഒരിക്കലും ഇവര് BJPക്കെതിരെ ഉന്നയിച്ചിട്ടില്ല ആദ്യഘട്ടത്തിലൊന്നും. ഇവർ ഇലക്ഷൻ കമ്മീഷനെതിരെ വെച്ച് ഇതെന്തിനാ BJP എടുത്ത് തലയിലൊക്കെ അപ്പൊ തന്നെ അത് പോയി പൊളിയേ. ഇത് BJPയുടെ ഇത് ഡിഫൻസ് പൊളിയല്ലേ. അതെ. അപ്പോൾ അത് ഈ എന്താണ് ഇപ്പം ഈ എന്താണ് ഈ സോണിയാഗാന്ധിയുടെ വോട്ട് അറിഞ്ഞിട്ടുണ്ടായിരിക്കുമല്ലോ. 1980 അവർക്ക് വോട്ട് ചെയ്തിരുന്നു. 83 സാങ്കേതികത്വം എന്തായിരിക്കും അല്ലേ? അത് രാജീവ് ഗാന്ധിയുടെ പത്നിയാണല്ലോ. എന്ത് പത്നിയായാലും ഒരു ഇന്ത്യൻ പൗരത്വം കിട്ടുന്നതിന് മുമ്പ് ഒരാൾക്ക് വോട്ട് ചെയ്യാൻ അത് ആ ഒരു വോട്ട് കൊണ്ട് ഒരു വലിയ മാറ്റമൊന്നും ഉണ്ടാക്കാനൊന്നും പറ്റില്ലായിരിക്കാം. പക്ഷെ എന്നാലും അത് നൽകുന്ന ഒരു തെറ്റായ സന്ദേശം നൽകുകയാണ്. അവർക്ക് ചെയ്യാം, അവരത് ചെയ്യുന്നു എന്നുള്ളതാണ്. അതാണ് അത് വലിയൊരു തെറ്റായ സന്ദേശം തന്നെ നൽകുന്നത്. അപ്പോൾ അത് എന്തായാലും രാഹുൽ ഗാന്ധി വച്ച ബോംബ് എവിടെയൊക്കെയാണ് പൊട്ടിയത്? പെങ്ങൾക്കും കിട്ടി, കുടുംബത്തിനും വന്ന് പൊട്ടി, എല്ലാം പൊട്ടാ. ഇനി അമേഠിയിൽ അന്വേഷിക്കാത്തതുകൊണ്ടാണ്. ഇനി അവിടെ അന്വേഷിച്ചാൽ അവിടെ സ്വന്തം നെഞ്ചത്തും കൂടെ ഇനി പൊട്ടാൻ ബാക്കിയാണ്. കാരണം ഇതൊരു എന്താ പറയുക, ഇത് എല്ലായിടത്തും നടക്കുന്നൊരു കാര്യമാണ്, എല്ലാ പാർട്ടികളും ചെയ്യുന്നൊരു കാര്യമാണ്. ഇദ്ദേഹം ഇങ്ങനെ ഇത് ഇങ്ങനെയല്ല അവതരിപ്പിക്കേണ്ടിരുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. അതായത് ഇത് ഈ ഒരു ഘട്ടത്തിൽ ഈ ഒരു രീതിയിലല്ല ഇത് അവതരിപ്പിക്കേണ്ടത്. ഇതെന്തോ അദ്ദേഹം ഒരു വലിയൊരു സംഭവം BJP വന്നതിന് ശേഷം ഈ രാജ്യത്തുണ്ടായ ഒരു കാര്യമായിട്ടൊക്കെയാണ് ഇദ്ദേഹം പറയുന്നത്. അങ്ങനെയല്ല. ഇത് ഈ ഡെമോക്രസി, ഇന്ത്യയിലെ ഡെമോക്രസി ഫങ്ഷൻ ചെയ്യുന്ന ഒരു അവസ്ഥയാണിത്. മനസ്സിലായോ? അപ്പോൾ ആ രീതിയിലാണ് ഇതിനെ അഡ്രസ്സ് ചെയ്യേണ്ടത്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ നിന്ന് തന്നെ ഒരുപാട് പേരെ അദ്ദേഹത്തിന് വിജയ്, ഇതിനകത്തൊരു പ്രശ്നം എന്താണെന്നറിയോ? ഇതിപ്പം നമ്മൾ സാധാരണഗതിയിൽ നമ്മളൊക്കെ നാട്ടിൻപുറത്ത് ജീവിക്കുന്ന ആളുകളില്ല, നമുക്കൊക്കെ അറിയുന്നത് എന്താണ്, നമ്മുടെ വീട്ടിലൊരു 10 വോട്ടുണ്ട്. നമ്മൾ നേരത്തെ അഹമ്മദ് മാഷായിട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞാണെങ്കിൽ കറക്റ്റ്. അതായത് വോട്ട്, നമ്മുടെ വീട്ടിലൊരു വോട്ടുണ്ടെങ്കിൽ
ഇപ്പം ആദ്യഘട്ടങ്ങളിലൊക്കെ ചേർത്ത വോട്ടുകളൊക്കെ ആണെങ്കിൽ ഒരു ഗൃഹനാഥൻ അയാളുടെ കഴിഞ്ഞിട്ട് നമ്മുടെ ബാക്കിയുള്ള എല്ലാവരുടെയും പേരുകൾ ആവതേ വീട്ടുപേരിൽ അതിനകത്ത് വരും. പിന്നീട് ചേർക്കുന്നതൊക്കെയാണ് അവസാനം കൂട്ടിച്ചേർത്തവാന്നും പറഞ്ഞിട്ടൊരു ലിസ്റ്റ് ഉണ്ടാവും ഈ വോട്ടർ പട്ടികയിൽ, അതിനകത്ത് വരും പേര്. പിന്നെ അടുത്ത ഇലക്ഷൻ വരുമ്പോൾ പുതുക്കിയ വോട്ടർ പട്ടികയിൽ ഈ വോട്ട് ആളുടെയൊക്കെ ഈ കുടുംബത്തിൻ്റെ കൂടെ വരും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ നാട്ടിൻപുറങ്ങളിലൊക്കെയുള്ള ആളുകൾക്ക് ഈ മറ്റേ പൊളിറ്റിക്കൽ ഏത് പൊളിറ്റിക്കൽ പാർട്ടി ആയിക്കോട്ടെ അവർക്ക് എല്ലാ ആളുകളെയും അറിയാം. അവരെല്ലാം വീടുകളിലേക്ക് വരുമ്പോൾ തന്നെ സ്ലിപ്പും കൊണ്ടായിരിക്കും വരിക. ഇനി അതല്ല, അതിന് മുന്നേ ഈ അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് ഒരു വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കും. ആ വോട്ടർ പട്ടികയിൽ ഈ ആൾക്കാരെ മുഴുവൻ പരിശോധിച്ചിട്ട് തള്ളേണ്ടവരെ തള്ളിക്കാനുള്ള സമയമുണ്ട്, ഇവർക്ക് അവസരമുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞത്, രാഹുൽ ഗാന്ധി ഇപ്പൊ ചെയ്യുന്ന പ്രവർത്തനം അവിടുത്തെ കോൺഗ്രസിൽ ഒരു ബൂത്ത് തല കോൺഗ്രസ് പ്രവർത്തകൻ ചെയ്തിരുന്നെങ്കിൽ ഇത് സംഭവിക്കില്ല. ഇത് സംഭവിക്കില്ല. അപ്പൊ ഇപ്പൊ ഇത് പൊക്കിക്കൊണ്ട് വന്നിട്ട് ഒരു കാര്യമില്ല, അന്ന് മാനത്ത് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ളതാണ് ഈ തൃശ്ശൂർ. രണ്ടാമത്തെ കാര്യം, ഇത് കേന്ദ്ര മന്ത്രിയായിരുന്ന 2021 കേന്ദ്ര നിയമമന്ത്രിയായിരുന്നുള്ള കിരൺ റിജിജു അന്ന് പറഞ്ഞു ആധാർ കാർഡും വോട്ടർ ഐ ഡിയും തമ്മിൽ ലിങ്ക് ചെയ്യിപ്പിക്കാന്ന് ബില്ല് കൊണ്ടുവന്നു. ഇവന്മാരായിരുന്നു ഇവിടെ നിന്ന് പ്രതിഷേധം. അന്ന് ചെയ്തിരുന്നെങ്കിൽ ഇപ്പൊ ഇവിടെ നിന്ന് കരയേണ്ടി വരില്ല. അപ്പൊ അതൊക്കെയാണ് ഇവിടുത്തെ ആദ്യം ചെയ്യേണ്ടത്. ആധാറും വോട്ടർ പട്ടികയും കൂടെ ലിങ്ക് ചെയ്യിപ്പിക്കണം. ഇതിൽ വി ടി ബൽറാമിന്റെ പോസ്റ്റ് ഇപ്പൊ കോൺഗ്രസ്സുകാരൊക്കെ ഏറ്റുപിടിച്ചിരിക്കുകയാണ്. വി ടി ബൽറാമിന്റെ പോസ്റ്റിലേക്ക് നമുക്ക് വരാം. ഇത് നരേന്ദ്രമോദിയുടെ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന പോസ്റ്റാണ്. നരേന്ദ്രമോദിയുടെ വാരണാസിയിൽ ഭേലുപൂർ വാർഡിൽ B24/19 എന്ന വീട്ടിൽ താമസിക്കുന്ന രാം കമൽ ദാസ് എന്ന ഒരാൾക്ക് 50 മക്കളുണ്ടെന്ന് ഇലക്ഷൻ കമ്മീഷൻ വോട്ടർ പട്ടിക. എല്ലാവർക്കും വോട്ട് ഉറപ്പ് വരുത്തിയിട്ടുണ്ടെന്ന് കമ്മീഷൻ. ഇത് ഓക്കെ, ഇത് ഇത്രയും വരെ ഓക്കെയാണ്. ഇത് കഴിഞ്ഞിട്ടാണ് കയ്യിൽ നിന്ന് പോയത്. ഈ ആവേശം നോക്കുമ്പോൾ കയ്യിൽ നിന്ന് പോകുന്നത്. അതിനെന്താ, മഹാഭാരതത്തിൽ ധൃതരാഷ്ട്രർക്കും ഗാന്ധാരിക്കും കൂടി 101 മക്കളുണ്ടായിരുന്നില്ലേ എന്ന് ഹോമോ സംഗീസ് സ്പീഷീസിൽപ്പെട്ടവർ മറുചോദ്യം എന്ന്. അപ്പം ഇതൊരു സെൻസിറ്റീവ് ഏരിയയാണ് ഇങ്ങോട്ട് കിടക്കുമ്പോൾ. അത് പറയുമ്പോൾ അത് നമ്മൾ ഇസ്ലാമിസ്റ്റുകളെയാണോ അതോ എന്താ സുഡാപ്പികളെയാണോ പറയുന്നത്? ഇങ്ങനൊരു സംഭവമുണ്ട്. സംഘികളെയാണ് ഹിന്ദുക്കളെയാണോ? ഇതൊരു അതിർവരമ്പ് നിശ്ചയിക്കുക എന്നുള്ളത് വളരെ പ്രയാസമാണ്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഒരു കാര്യം വന്നപ്പോൾ ഇത് അങ്ങോട്ട് ഇവന്മാർ BJP-ക്കാർ ഇത് ഏറ്റുപിടിച്ചു. അതല്ല മൃദു ഹിന്ദുത്വ സംഘടനകൾ ഇത് ഏറ്റുപിടിച്ചു, നമ്മൾ അപമാനിച്ചു മറ്റേ മതപരമായിട്ടുള്ള രീതിയിൽ, അങ്ങനെ രീതിയിൽ വന്നു. അപ്പോൾ ഇന്നതിൽ ശ്രീജിത്ത് പണിക്കരാണ് ഇതിന് മറുപടി കൊടുത്തിരിക്കുന്നത്. ശ്രീജിത്ത് പണിക്കർ പറയുന്നത് രാഷ്ട്രീയം പറയുന്നതൊക്കെ ഓക്കെ, എന്നാൽ ഖോജ റാം ജാനകി മഠത്തിൻ്റെ മഹന്തായിട്ടുള്ള സ്വാമി റാം കമൽദാസ് വേദാന്തി അധിക്ഷേപിക്കുക, അതിന് മഹാഭാരതത്തെ കൂട്ടുപിടിക്കുക എന്നതൊക്കെ ലേശം കടന്ന കൈയാണ്. എന്തിനിങ്ങനെ വെറുപ്പിക്കുന്നു? കോൺഗ്രസിന് ഹിന്ദുക്കളുടെ വോട്ടൊന്നും വേണ്ടേ? കരുണാകര ഗുരുവിനെ, അതായത് നമ്മളെ തിരുവനന്തപുരത്തുള്ള ശാന്തിഗിരി ആശ്രമത്തിൻ്റെ കരുണാകര ഗുരുവിനെ രക്ഷാകർത്തൃസ്ഥാനത്ത് വെച്ച് 244 പേർ തിരുവനന്തപുരത്ത് ശാന്തിഗിരി വാർഡിലുണ്ട്. ഇതേ യുക്തിക്ക് ഈ ഭാഷയിൽ ഇനി കരുണാകര ഗുരുവിനെയും പറയുമോ? പോസ്റ്റ് പിൻവലിച്ച് മാപ്പ് പറയുകയാണ് വേണ്ടത്. നോർത്ത് ഇന്ത്യയിലെ ഏതെങ്കിലും സ്വാമിയെ പറയാനായിട്ട് ഇവർക്ക് പേടിയൊന്നുമില്ല, കാരണം അതിവിടെ വോട്ട് ബാധിക്കില്ലല്ലോ. അപ്പോൾ തിരുവനന്തപുരത്ത് ഇത് പറയുമെന്നുള്ളതാണ് ചോദ്യം. ഇതിനോട് അനുബന്ധമായിട്ട് ഇദ്ദേഹം ഒരു കമൻറ്റ് കൂടെ ഇട്ടിട്ടുണ്ട്, അതും കൂടെ വായിക്കാം. അതായത് കാര്യം പറഞ്ഞ് പോസ്റ്റ് ചെയ്താൽ അതായത് ഇദ്ദേഹം പറഞ്ഞിരുന്നത് എങ്ങനെയാണ്, ഇതുമായിട്ട് എഴുതിയിരുന്ന ഒരു കമൻറ്റും കൂടെ വായിക്കാം, അതും കൂടെ വായിക്കേണ്ടതായിട്ട്. തിരുവനന്തപുരം ജില്ലയിൽ മാണിക്കൽ വില്ലേജിൽ ശാന്തിഗിരി വാർഡിൽ 2 ബൂത്തുകളിലായി 1517 വോട്ടർമാരുണ്ട്. ഇതിൽ 244 പേരുടെ രക്ഷകർത്താവിൻ്റെ പിതാവിൻ്റെ പേര് കരുണാകര ഗുരു എന്നാണ്. കമ്മീഷൻ എല്ലാവർക്കും വോട്ട് ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ഹോമോ സംഗി സ്പീഷീസ് പ്രശ്നമല്ല, അതൊരു ആശ്രമവുമായി ബന്ധപ്പെട്ട വോട്ടുകളാണ്. കാര്യം പറഞ്ഞ് പോസ്റ്റ് ചെയ്താൽ അനാവശ്യ അധിക്ഷേപവും ചമ്മലും ഒഴിവാക്കാം എന്ന് പറഞ്ഞ് അദ്ദേഹം ഒരു പോസ്റ്റ്, ഇദ്ദേഹം പഠിച്ചിട്ട് കാര്യങ്ങൾ പറയുന്ന ഒരു വ്യക്തിയാണ് ശ്രീജിത്ത് പണിക്കർ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം അവിടെ പോയി ഇത്രയും കാര്യങ്ങൾ പഠിച്ചിട്ടാണ് വന്നത്. ഇത്തരം കാര്യങ്ങൾ ഇവർ പറയില്ല, മനസ്സിലായി? ഇത് അവർ പറയില്ല, കാരണം ഇവിടെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ വോട്ടും നഷ്ടപ്പെടും. 244 വോട്ടുണ്ട്, അത് അത്രയും പോവാ. ഈ പറഞ്ഞാൽ 1517 വോട്ടുണ്ട്. പഞ്ചായത്ത് ഇലക്ഷനൊക്കെ വന്നു കഴിഞ്ഞാൽ അത്രയും വോട്ട് മാത്രം മതി ഒരാളെ. അപ്പം അതുകൊണ്ട് ഇത് ഇത്തരത്തിൽ എന്താ പറയുക, ഇത് ഇങ്ങനെ കിടന്ന് പൊട്ടുന്നുണ്ട്. എന്തായാലും ഇതൊരു അടുത്ത എന്താണ് വിജയിച്ചു തോന്നുന്നത്, അടുത്ത ഒരു എത്ര നാൾ ഇങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കും? കുറച്ച് നാൾ, ഇതിനപ്പുറം വേറെ എവിടെയും ചെയ്യാൻ ഇത് എല്ലാവർക്കും മനസ്സിലാവും. ഇതൊന്നും സുപ്രീം കോടതിയിൽ ഇവർ തെളിവുകൾ കൊണ്ട് പോകാത്തത് എന്തുകൊണ്ടാണ്? സുപ്രീം കോടതി തെളിവ് കൊണ്ടൊന്നും ഇവർ പോകില്ല. സുപ്രീം കോടതി തെളിവ് കൊണ്ട് നിങ്ങൾ ഇത്ര നാൾ ഓർമ്മ അത്രേ ചോദിക്കുള്ളൂ. ഇതിലിനി ഇലക്ഷൻ കമ്മീഷനാണ് ഔദ്യോഗികമായിട്ടൊരു പ്രതികരണം പറയുന്നത്. അത് വരും എന്ന് വിചാരിക്കാം നമുക്ക് അടുത്ത ദിവസം. അവർ ചോദിക്കുക തന്നെ ഉള്ളൂ, നിങ്ങൾക്ക് ആക്ഷേപം ഉണ്ടായിരുന്നെങ്കിൽ അന്ന് ഇത് ആക്ഷേപം ഉന്നയിച്ച് തള്ളിക്കായിരുന്നു. ഇനി നമ്മൾ പരിശോധിക്കേണ്ടതാണെങ്കിൽ നിങ്ങൾ തെളിവുകൾ ഉൾപ്പെടെ സമർപ്പിച്ചു കഴിഞ്ഞാൽ, സത്യവാങ്മൂലം സമർപ്പിച്ചു കഴിഞ്ഞാൽ നമ്മളത് ചെയ്യാം എന്നേ പറയുള്ളൂ. പക്ഷെ ആ സത്യവാങ്മൂലം കൊടുക്കാൻ പറ്റില്ല ഇവർക്ക്. അത് ഡിജിറ്റൽ തെളിവുകളൊന്നും ഇവർ കൊടുത്തിട്ടില്ല. ഈ 300 കിലോയോളം വരും ഈ പറഞ്ഞ ഇതിൻ്റെ പരിശോധന. ഏത് കാലത്താണ് അത് മുഴുവൻ പരിശോധിച്ചിട്ട് തീർക്കുക?